നമ്മുടെ കുട്ടികളുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ ഇരിക്കുകയല്ലേ. അപ്പം നമ്മൾ എപ്പോഴും അവരുടെ അടുക്ക് ഒരു കെയറായിട്ട് കൂടെ ഉണ്ടാകണം. കാരണം അവരെന്ത് ചെയ്താലും ഇപ്പം പുറത്തു പോയി കളിക്കുന്നവരാണെങ്കിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടാകണം. ആ ലിമിറ്റേഷൻ അതായത് ഒരു ടൈം കൊടുക്കണം. ആ ടൈമിനുള്ളിൽ തിരിച്ചു വരണമെന്ന് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവണം. അങ്ങനെ പുറത്ത് വിട്ട് കളിപ്പിക്കുക. പിന്നെ അങ്ങനെ പുറത്ത് വിട്ട് നിങ്ങൾ കളിപ്പിച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു കണ്ണ് അവർ മേലുണ്ടാകണം. അപ്പം എന്നാൽ പൊക്കോ എന്ന് പറഞ്ഞ് അങ്ങ് വിടുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അവരെ ഒന്ന് വാച്ച് ചെയ്യണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തി ഇവർ പൊക്കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അവർ കളിക്കുന്ന സ്ഥലത്ത് അവർ കാണാതെ കുറച്ച് ദൂരം മാറി നിൽക്കുക കേട്ടോ. ഇനിയിപ്പം അവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളെ ഇങ്ങനെ കണ്ടു എന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങളൊരു ഷോപ്പിലേക്ക് പോകുന്ന മാതിരി എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുന്ന പോലെ ഒന്ന് കവർ ചെയ്ത് നടന്നേക്കുക. അപ്പം അവർക്ക് ഡൗട്ട് അടിക്കത്തില്ല. വാച്ച് ചെയ്യുന്നതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടമല്ല. അവർക്ക് അതൊക്കെ ഒരു ഭയങ്കര നാണക്കേട്, ഇറിറ്റേഷനൊക്കെ. അപ്പം ഈ 2 ഓപ്ഷൻ അതിനായിട്ട് തിരഞ്ഞെടുക്കാം. പിന്നെ ഒരു കാര്യം പറയുന്നത്, അപ്പോൾ അവരുടെ ആ രീതി എങ്ങനെയാണ്, അപ്പം തന്നെ കണ്ട ഉടനെ നമ്മൾ കാണാത്ത, നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല അവരവിടെ കളിക്കുകയല്ല. അവർ മറ്റെന്തെങ്കിലും രീതിയിൽ മറ്റാരെങ്കിലുമായിട്ടൊക്കെ മൊബൈൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ മൊബൈൽ കാണുകയോ അങ്ങനെ നമുക്ക് ഓരോ കുട്ടികളുടെയും പ്രായം നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് പ്രായത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നത് മനസ്സിലാക്കിയിട്ട് അതിനപ്പുറമാണ് അവർ ചെയ്യുന്നതെങ്കിൽ അത് കണ്ടാൽ ഉടൻ തന്നെ അവരുടെ അടുക്കലോട്ട് എടാ വിളിച്ചുകൊണ്ട് ഓടി ചെന്ന് അവനെ പിടിക്കുകയോ വലിക്കുകയോ അടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും അവരെ കണ്ട് അപ്പോൾ തന്നെ പതുക്കെ ചെല്ലുക. എന്നിട്ട് എല്ലാവരും എന്താണ് പരിപാടി ഇവിടുത്തെ എന്നൊക്കെ ചോദിച്ചിട്ട്, മോനെ നമുക്ക് ഇന്ന സ്ഥലം വരെ ഒന്ന് പോകണമല്ലോ, അപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ന്യൂട്രൽ വിളിക്കുമ്പോൾ പോകാൻ അവൻ വരാൻ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ അവളാണെങ്കിലും വരാൻ സമ്മതിക്കുന്നില്ല, അല്ല അമ്മ പൊക്കൂ എന്ന് പറയുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായി അമ്മ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, അപ്പോൾ മോനും കൂടി വരണം, പപ്പ സ്ഥലത്തില്ല അല്ലെങ്കിൽ അച്ഛൻ സ്ഥലത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ട് വരണം. ഇനിയിപ്പോൾ അച്ഛനൊക്കെ അടുത്തുള്ളവരാണെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു ട്രിക്കൊക്കെ ഇറക്കി അവരെ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം വളരെ സാവധാനം, നമ്മുടെ മക്കൾ നമ്മുടെ ഉറങ്ങി വളർന്നവരാ അല്ലേ, മാറിൽ ചേർത്ത് വെച്ച് നമ്മൾ അപ്പോൾ നമ്മുടെ മാറിൻ്റെ ഇവിടുത്തെ ചൂടും ആ ഒരു സ്നേഹവും അവരുടെ ഉള്ളിൽ ഉറപ്പായിട്ടുണ്ടാവും. അപ്പം അവരോട് മാറോട് ചേർത്ത് അവരെ കെട്ടി അങ്ങ് പിടിക്കുക. അപ്പോൾ തന്നെ അവരിങ്ങനെ നമ്മളെ നോക്കും, ഇതെന്താണ് എന്ന് ഓർത്തിട്ടല്ലേ. അപ്പോൾ അവർ ഒരു തെറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ അപ്പോഴവർ പെട്ടെന്ന് അവരങ്ങ് ഡൗണായി പോകും. അവർക്ക് പെട്ടെന്ന് അവരങ്ങ് തളർന്നു പോകും കേട്ടോ. അപ്പോൾ അവർക്ക് തന്നെ തോന്നും, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്, അമ്മ അയ്യോ അമ്മ എന്നുള്ള ഇത് അവരുടെ മനസ്സിലേക്ക് വരും. അപ്പം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ആ ഒരു സമയമുണ്ടല്ലോ, അവർ ഇമോഷണലാകുന്ന ആ സമയം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവരോട് അവതരിപ്പിച്ചിട്ട് പറയണം, മക്കളെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ എന്നൊക്കെ പറഞ്ഞ് ഏത് രീതിയിലുള്ള നിങ്ങൾക്ക് കണ്ടപ്പോൾ അവർ കാണിച്ച തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ടുവരിക. പിന്നെ ഇനിയിപ്പോൾ പറയുന്നത്, അത് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ അവർ പെട്ടെന്ന് ആ ഒരു മൈൻഡിൽ അവരത് മൈൻഡ് സെറ്റാക്കി നമ്മുടെ അടുക്കലേക്ക് തിരിച്ചു വരികയും അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും കാണാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും കാണുകയും ചെയ്യില്ല. അപ്പോൾ ഇതേ രീതിയിലായിരിക്കണം നമ്മുടെ മക്കളുടെ അടുക്കലേക്ക് സമീപനം. അത് പറയാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പം എല്ലാവരും നമ്മുടെ മക്കൾ അകത്തിരുന്നാലും പുറത്തിരിക്കുകയാണെങ്കിലും പുറത്ത് പോയി കളിക്കുകയാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക. ഇനിയിപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, അവർ റൂമിൽ തന്നെ ഇരുന്ന് അവർ എന്തെങ്കിലുമൊക്കെ കളിയിൽ ഏർപ്പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് ഫോൺ നോക്കുകയോ അല്ലെങ്കിൽ ടി വി കാണുകയോ ഒക്കെ ചെയ്താലും ഏതൊരു നിമിഷവും അവരുടെ പുറകെ നമ്മുടെ ഒരു കണ്ണുണ്ടാകണം.
അപ്പോൾ മൊബൈൽ നോക്കിയിരിക്കുന്നവരുടെയിലൊക്കെ അവർ കഥ കടച്ചിടാൻ സമ്മതിക്കരുത്. കഥ കടച്ചിടാൻ സമ്മതിക്കാത്തത് ഏതെങ്കിലും ഒരു കഥ പറഞ്ഞു കൊടുക്കണം. ഇപ്പം കൊച്ചു കുട്ടികളാണെങ്കിൽ കൂടി ചില കുട്ടികൾക്ക് നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണാം, ചില കുട്ടികൾ ഇങ്ങനെ അമിതമായി ഫുഡ് കഴിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് സ്ട്രോക്ക് പോലെയൊക്കെ വരും. അത് ചെറിയ കുട്ടികൾക്ക് വരെ വരും. അപ്പോൾ അതവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് കഥ കുറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മളറിയില്ല മക്കൾ എന്തവസ്ഥയിലാണെന്ന്. അതുകൊണ്ടാണ് കുറ്റിയിടുന്നത്, അല്ലെങ്കിൽ മുഖത്ത് ലൂക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ അത് നിന്നൊഴിവാക്കി ഓപ്പൺ ചെയ്തിടിക്കുക. അപ്പോൾ നമ്മൾ മുറിയിലേക്ക് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാൻ കയറുമ്പോൾ അവർ പെട്ടെന്ന് മൊബൈൽ ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അവർ കാണാൻ പാടില്ലാത്തതെന്തോ കാണുന്നു, കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേൾക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പം റിസൾട്ട് വരാൻ സമയമായി. അപ്പോൾ നമ്മുടെ കുട്ടികളെ എങ്ങനെ നമ്മൾക്ക് അവരെ നമ്മളോട് ചേർത്ത് നിർത്താം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം തന്നെ ഈ ഒരു സമീപനത്തോട് ഇപ്പം നിൽക്കുമ്പോൾ തന്നെ അവരുടെ ആ ഒരു മൈൻഡിലൂടെ അവർ നമ്മുടെ അടുക്കലേക്ക് എത്തും. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടിയും റിസൾട്ടിനോട് കാര്യങ്ങൾ അടുക്കുമ്പോൾ ഇവരുടെ ഭാവവും ഒക്കെ മാറും. അപ്പോൾ ഒരുമാതിരി പഠിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹമുള്ളവരും നന്നായി പഠിക്കുന്നവരും ഒക്കെ റിസൾട്ട് എന്ന് കേൾക്കുമ്പോൾ ഒന്ന് അവരൊരു സമ്മർദ്ദത്തിലേക്ക് വരും. അപ്പം അതിന് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ എന്താണ് അവരുടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞുതരാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാം. വളരെ വേഗം ഇതൊന്ന് ഷെയർ ചെയ്തോളൂ. നമസ്കാരം.